ഹായ്, നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും പബ്ലിക് എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിലാണെന്നറിയാം. അത് കാര്യമായിട്ട് നടക്കട്ടെ. അതിനോടൊപ്പം 3 ഡയമെൻഷണൽ ജോമെട്രി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്തുള്ള കണ്ടൻസും അതിൻ്റെ ചില ഫോമുലകളും അതിനകത്ത് യൂസ് ചെയ്യേണ്ട ചില ഫോമുലകളും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് വെക്റ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. വെക്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആവശ്യമുണ്ട്. ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ കൊസൈൻസ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് നോക്കാം. ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസിനെയും കുറിച്ച്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ AI + BJ + CK അങ്ങനെ എടുക്കുകയാണെങ്കിൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എയും ബിയും സിയും ആയിരിക്കും. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഡയറക്ഷൻ കൊസൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് L, M, N എന്നുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ്. ഈ L കണ്ടുപിടിക്കാൻ ഒരു വഴി എന്ന് പറയുന്നത് A/√A² + B² + C². നിങ്ങൾക്കറിയാം, ഈ A² + B² + C² അത് ഈ വെക്ടറിൻ്റെ മോഡുലസ് ആണ്, മോഡുലസ് വാല്യൂ ആണ്. ഇപ്പം എ എന്നുള്ള വെക്ടർ ആണെങ്കിൽ വെക്ടർ എ അതിൻ്റെ മോഡുലസ് ആണ് √A² + B² + C². കേട്ടോ? അപ്പോൾ ആ √A² + B² + C² കൊണ്ട് എയിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ L കിട്ടും. അതുപോലെ M എന്നുള്ള ഡയറക്ഷൻ കൊസൈൻ കിട്ടണമെങ്കിൽ B/√A² + B² + C² ആൻഡ് N = C/√A² + B² + C². ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ എയും ബിയും സിയും എല്ലും എമ്മും തമ്മിൽ, എല്ലും എമ്മും എന്നും തമ്മിൽ പ്രപ്പോർഷനിലും ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി മറ്റൊരെണ്ണം, 3 ആക്സിസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു പോയിൻ്റാണ്. ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ ഈ വെക്ടർ ഈ 3 ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളുകൾ നമുക്കറിയാമായിരിക്കും. ഈ എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്നും, വൈ ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്നും, ഇസഡ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഗാമ എന്നും. ഇത് 3 തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൊസൈൻസ് എടുത്താൽ മതി, ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോമുല നേരത്തെ പഠിച്ചു. ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെ 3 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ കോസ് ആൽഫ എടുത്താൽ L കിട്ടും, കോസ് ബീറ്റ എടുത്താൽ M ആണ്, കോസ് ഗാമ എടുത്താൽ N ആണ്. സിമ്പിൾ അല്ലേ? അതിൽ നിന്നാണ്ട് ആ വേർഡ് വന്നത് കൊസൈൻസ്. കൊസൈൻസിനെ ചുരുക്കിയല്ലേ കൊസൈൻ, അതിനെ ചുരുക്കിയല്ലേ കോസ് എന്ന് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്നതിന് പേര് കിട്ടാൻ കാരണം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിനകത്തുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒന്ന്, ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസും തമ്മിൽ പ്രപ്പോർഷണലാണ്. അതാണ് L/A = M/B = N/C. അതിനെ തിരിച്ചു എഴുതാം. A/L = B/M = C/N എന്നും എഴുതാം. മാത്രമല്ല, ഈ ഡയറക്ഷൻ കൊസൈൻസിൻ്റെ സ്ക്വയറുകളുടെ സം എപ്പോഴും 1 ആയിരിക്കും. ഇത് യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയുണ്ട്. നെക്സ്റ്റ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്വേഷൻ ലൈനിൻ്റെ ഇക്വേഷൻ, സ്പേസിലുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് ഇത്. 3 ഡയമെൻഷൻ ജോമെട്രിയാണ്. അപ്പോൾ 3 കോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞു. ഇതിൽ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിലിതാണ്, ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് തന്നിരിക്കും. അതിനെ A എന്ന് നമ്മൾ എടുക്കും. X1, Y1, Z1 അതാണ് A. അപ്പോൾ ആ എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വെക്ടർ A, സ്മോൾ ലെറ്റർ A, സ്മോൾ വെക്ടർ A. അപ്പോൾ ആ വെക്ടർ A നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? X1i + Y1j + Z1k. ഇത്രയും മനസ്സിലായല്ലോ? ആ പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ വെക്ടർ. പിന്നെ ഈ ലൈനിന് പാരലായിട്ട് മറ്റൊരു വെക്ടർ ഇവിടെ തന്നിരിക്കും. കേട്ടോ, ഇതിന് പാരലായിട്ടൊരു വെക്ടർ, അതിന് വെക്ടർ B എന്ന് പറയും. വെക്ടർ B എന്ന് പറയുന്നത് AI + BJ + CK. ഇതാണ് വെക്ടർ B. ഇത് രണ്ടും അറിയാമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ 2 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് വെക്ടർ ഇക്വേഷനുണ്ട്, മറ്റൊന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനുണ്ട്. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ R. അപ്പോൾ R സ്വാഭാവികമായിട്ട് എവിടെ നിന്നാണെന്ന് ചിന്തിക്കും അല്ലേ? R എന്ന് പറയുന്നത് ഒരു ജനറൽ പോയിന്റ്, ഒരു ലൈനിലുള്ള ജനറൽ പോയിന്റിനെ X, Y, Z, ഇതിൻ്റെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ R എന്ന് പറയുന്നത്. ഇത് വെക്ടർ R. ആ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതും? നമ്മൾ വെക്ടർ ആറിനെ എങ്ങനെ എഴുതും? XI + YJ + ZK. ഇതൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് R എന്ന് തന്നെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ വെക്ടർ R = A + λ വെക്ടർ B. ഇതാണ് വെക്ടർ ഇക്വേഷൻ. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ X - X1 / A + Y - Y1 / B X - X1 / A = Y - Y1 / B Z - Z1 / C. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. വളരെ എളുപ്പമല്ലേ? ഒരൊറ്റ ഇക്വേഷനെ ഈ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ അടുത്ത് വരുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. 2 ലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. ആ ലൈൻസിൻ്റെ ഇക്വേഷൻസ്, ഒന്ന് R = ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നത് അല്ലേ? വെക്ടർ A1
പ്ലസ് ലാംഡ വെക്റ്റർ B1 അതൊരു ഇക്വേഷനും, മറ്റൊന്ന് വെക്റ്റർ A2 പ്ലസ് മ്യൂ വെക്റ്റർ B2. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ മ്യൂ എന്നുള്ള ലെറ്റർ വരും. ഈ ലാംഡയും മ്യൂ എന്നൊക്കെ പറയുന്നത് സ്കെയിലേഴ്സാണ്. സ്കെയിലർ എന്ന് പറഞ്ഞാൽ ഇതിന് വാല്യൂ ഒന്നും കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ലാംഡ എന്നും മ്യൂ എന്നും തന്നെ ഇട്ടിരുന്നാൽ മതി, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ, അതിലെ B1 എന്നുള്ള വെക്റ്റർ യഥാർത്ഥത്തിൽ ഈ ലൈനിന് പാരലലായിട്ടുള്ള വെക്റ്റർ അല്ലേ, അതാണ് വെക്റ്റർ B1. അടുത്ത ലൈനിന് പാരലലായിട്ടുള്ള വെക്റ്റർ ആണ് B2. ഈ ലൈനിന് പാരലാണ് B2. അപ്പോൾ സത്യത്തിൽ ഈ രണ്ട് ലൈൻസ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ടു ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. കാരണം ഇതിന് കറസ്പോണ്ടിങ് പാരലായിട്ട് വരുന്ന വെക്റ്റേഴ്സാണ് വെക്റ്റർ B1 വെക്റ്റർ B2. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈൻസ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളും ഇതും സെയിം ആയതുകൊണ്ട് രണ്ടിനെ തീറ്റ എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എയും ബിയും ആണ് വെക്റ്റേഴ്സ് എങ്കിൽ A.B ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ A ഇൻറ്റു മോഡ് വെക്റ്റർ B പഠിച്ചിട്ടില്ലേ? കോസ് തീറ്റ ഈക്വൽ ടു അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ എയും ബിയും അല്ല B1 B2 ആണ്. അപ്പോൾ ഇതാണ് ഫോർമുല. നോക്കൂ, ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറഞ്ഞിട്ട് R ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1 ആൻഡ് R ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B2. ഇതെല്ലാം A1 A2 അതെല്ലാം വെക്റ്റേഴ്സാണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ഹോൾ മോഡുലസ് ഓഫ് B1 ഡോട്ട് B2 മോഡ് B1 ഡോട്ട് കോസ് തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഹോൾ മോഡുലസ് ഓഫ് വെക്റ്റർ B1 ഡോട്ട് വെക്റ്റർ B2 ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ B1 ഇൻറ്റു മോഡ് വെക്റ്റർ B2. ഇതാണ് ഒരു ഫോർമുല. ഇനി മറ്റൊരു ഫോർമുല വരുന്നത് യഥാർത്ഥത്തിൽ ഈ B1ഉം B2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. B1 എന്ന് പറയുന്നത് A1I, B1 വെക്റ്റർ എന്ന് പറയുന്നത് A1I പ്ലസ് B1J പ്ലസ് C1K. ഇതാണ് B1 എന്നുള്ള വെക്റ്റർ. B2 എന്നുള്ള വെക്റ്റർ ഏതാണ്? A2I പ്ലസ് B2J പ്ലസ് C2K. ഇവ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റാണ് ന്യൂമറേറ്ററിൽ ഈ ഒരു ഫോർമുലയിൽ എഴുതിയിരിക്കുന്നത്. കണ്ടോ? A1 ഇൻറ്റു A2 പ്ലസ് B1 ഇൻറ്റു B2 പ്ലസ് C1 C2. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത്, അതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഇനി ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ B1 ഇൻറ്റു മോഡ് വെക്റ്റർ B2. ഈ മോഡ് വെക്റ്റർ B1 ആണ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയറിൻ്റെ റൂട്ട്. അതുപോലെ A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയറിൻ്റെ റൂട്ടാണ് മോഡ് വെക്റ്റർ B2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഈ ഫോർമുല? ഇനി ഈ ആംഗിൾസിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന്, A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഇവയെല്ലാം ഇതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്ന ടൈമാണ്. അപ്പോൾ ഇത് മുഴുവൻ 0 ആയിപ്പോയാൽ കോസ് തീറ്റ ഈക്വൽ ടു ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. കാരണം കോസ് 90യുടെ വാല്യൂ ആണ് 0. അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞതിനർത്ഥം ഈ രണ്ട് ലൈനുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്നാണ്. അപ്പോൾ ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈക്വൽ ടു 0. പാരലൽ ആണെങ്കിലോ അവയുടെ കറസ്പോണ്ടിങ് ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 ഈക്വൽ ടു C1 ബൈ C2. ഓക്കെ, ഇനി രണ്ട് സ്ക്യൂ ലൈൻസ്, നോൺ ഇൻ്റർസെക്റ്റിംഗ് നോൺ പാരലൽ ലൈൻസ് ആണ് ഈ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ആ രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് രണ്ട് പ്ലെയിൻസിലായിരിക്കും വരുന്നത്. ഇതൊരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു പ്ലെയിനിലൂടെ ഇത് പോകും. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഈ സെയിം പ്ലെയിനിലാണെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ഇൻ്റർസെക്റ്റ് ചെയ്യാതെ പോകുന്ന ലൈൻസ് ആണിത്. പാരലലും അല്ല. സെയിം പ്ലെയിനിൽ വരച്ചാൽ ഒന്നുകിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കോയിൻസിഡൻസ് ആയിരിക്കും. ഇത് മൂന്നും അല്ലാത്തതാണ് ഈ ലൈൻസ് കേട്ടോ, സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. അതിൽ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് വെക്ടർ R ഈക്വൽ ടു വെക്ടർ A1 പ്ലസ് ലാംഡ വെക്ടർ B1 വെക്ടർ R ഈക്വൽ ടു വെക്ടർ A2 പ്ലസ് ലാംഡ വെക്ടർ B2. ഇത് രണ്ടും തന്നിട്ടുണ്ട് എങ്കിൽ ഡിസ്റ്റൻസ് D ഈക്വൽ ടു B1 ക്രോസ് B2 ഡോട്ട് വെക്ടർ A2 മൈനസ് വെക്ടർ A1 ഹോൾ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ B1 ക്രോസ് B2. ഇതാണ് ഫോർമുല. ഓക്കെ, ഇതിനകത്ത് ഹോൾ മോഡലസ് കൂടെ ഇവിടെ ഇടണം. ഹോൾ മോഡലസ് എന്ന് പറയുന്നത് മറ്റേ അതിൻ്റെ സ്ക്വയർ അങ്ങനെ എടുത്ത് ചെയ്യാനല്ല, അബ്സല്യൂട്ട് വാല്യൂ കേട്ടോ. ഈ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്, പോസിറ്റീവ് ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഈ ലൈൻസിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് x മൈനസ് x1 ഡിവൈഡഡ് ബൈ A1, y മൈനസ് y1 ഡിവൈഡഡ് ബൈ B1, z മൈനസ് z1 ഡിവൈഡഡ് ബൈ C1. അതുപോലെ അടുത്തത് x മൈനസ് x2, ഇത് രണ്ടാമത്തെന്ന് അറിയിക്കാനാണ് x2ഉം y2ഉം z2ഉം ഒക്കെ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ ഡിനോമിനേറ്ററിലും A2 B2 C2 രണ്ടാമത്തതിൻ്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിനെ ഡി കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇത് ഹോൾ മോഡുലസ് ഇടണം. അതിനുശേഷം ന്യൂമറേറ്ററിലുള്ളത് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റിനകത്ത് x2 - x1 അല്ല x1, അടുത്ത് y2 - y1, നെക്സ്റ്റ് z2 - z1. അതത്രയും ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ ഈ ആദ്യത്തെ ഇക്വേഷൻ്റെ a1 b1 c1, അടുത്തതിൽ a2 b2 c2. ഓക്കെ, യെസ്. ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഫസ്റ്റ് റോയും കോളവും പോയിട്ട് ബാക്കി വരുന്നത് b1 c2 - b2 c1 ദ ഹോൾ സ്ക്വയർ. കണ്ടോ? അടുത്തത് നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത റോ എടുക്കുമ്പോഴേ ഇത് രണ്ടും ഇതും പോയിട്ട് ബാക്കി ഇടുന്നത് അല്ലേ, a1 c2 - a2 c1 എന്നാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഒരു മൈനസ് കൂടെ ഓക്കർ ചെയ്യും എന്നുള്ളത് കൊണ്ട് തിരിച്ചെഴുതണം. തിരിച്ചെന്ന് പറഞ്ഞാൽ ഈ c1 a2 - c2 a1 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അതിൻ്റെ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ലാസ്റ്റ് ഈ നമ്പർ എടുക്കുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി a1 b2 - a2 b1 ദ ഹോൾ സ്ക്വയർ. അതത്രയാണ് ഡിനോമിനേറ്ററിൽ ആ റൂട്ടിനകത്ത് വരുന്നത്. ഓക്കെ, ഈ ഫോമുല പഠിച്ചില്ല എങ്കിലും ഇതുപോലെ വന്നാലും നമുക്കതിനെ വെക്റ്റർ ഇക്വേഷനിലോട്ടൊക്കെ ആക്കിയിട്ട് ഈ ഫോമുല എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ആ ഫോമുല അങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ഈ പാരലൽ ലൈൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, r = a1 + λb എന്നേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. അതുപോലെ a2 + μb എന്ന് എഴുതിയിട്ടുള്ളൂ. ഈ ലാംഡ കഴിഞ്ഞിട്ടും മ്യൂ കഴിഞ്ഞിട്ടും വരുന്ന ആ വെക്ടറുകൾ സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. മനസ്സിലായോ? അത് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ആ രണ്ട് ലൈൻസും സ്ക്യൂ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല, അത് തമ്മിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയില്ല, കാരണം പാരലൽ ലൈൻസ് ആണെങ്കിൽ എവിടെ പോയാലും സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഇതാണ്, b × a2 - a1, വെക്ടർ b × വെക്ടർ a2 - വെക്ടർ a1, അതിൻ്റെ മോഡുലസ് എടുക്കണം. ഇതാണോ അതിൻ്റെ മോഡുലസ് ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ b. പിന്നെ ഹോൾ ഒരു അബ്സൊല്യൂട്ട് വാല്യൂ അതിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോഡുലസ് കൂടെ എടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ചില ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.